വല്യേട്ടാ വല്യേട്ടാ വല്യേട്ടാ, എവിടെയാ ഉള്ളത്? ഞങ്ങള് പുതിയതായിട്ട് ഹൗസ് ക്ലീനിങ് ജോലി തുടങ്ങിയിട്ടുണ്ട്. ഓ, എനിക്ക് തോന്നുന്നു പുള്ളി വീട്ടിലില്ലെന്ന്. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി കളയാം. നല്ല വൃത്തിയുള്ള വീട് കാണുമ്പോ അദ്ദേഹത്തിന് നല്ല സന്തോഷമാകും. നല്ല ഐഡിയ ആണ്. വരൂ, നമുക്ക് കിച്ചണിൽ നിന്ന് ക്ലീൻ ആക്കി തുടങ്ങാം. സേഫ്റ്റി ഫസ്റ്റ്. ഞാൻ എന്നാ ഇവിടുന്ന് തുടങ്ങാം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? സൂക്ഷിച്ച് വൃത്തിയാക്ക്. സോറി സോറി, നീ താഴെയൊക്കെ വൃത്തിയാക്കൂ. ഞാൻ ചെന്ന് പ്ലാറ്റ്ഫോറത്തിന്റെ മുകളിൽ വൃത്തിയാക്കാം. ഒന്നും താഴെയിട്ട് പൊട്ടിക്കാതെ നിനക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ലടാ. ഒരിക്കൽ കൂടെ മാപ്പ്. തെറ്റ് എന്റേതായിരുന്നില്ല. ആ കോക്രോച്ച് പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഓടി വന്നതായിരുന്നു പ്രശ്നം. അതുകൊണ്ടാ ഞാൻ ശരിക്കും ജോലി നോക്കിക്കോളാം. ഞാൻ ഗ്യാസിന്റെ ബർണറൊക്കെ ഒന്ന് വൃത്തിയാക്കാം. നോക്കി ചെയ്യേ. നല്ല പുത്തം പുതിയതാക്കി തരാം. കൊള്ളാം. പത്ലു, നീ എവിടെയാ ഉള്ളത്? ഇങ്ങോട്ട് വന്ന് നോക്കൂ. ഫ്രിഡ്ജിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് നിന്നെടുത്തൊന്ന് തുള്ളി കളിക്കുക. ഡോക്ടർ ജഡ്ക എങ്ങാനും പറഞ്ഞാൽ ദേഷ്യപ്പെടും. ഈ പത്ലു അപ്പോഴത്തേക്ക് ഇത് എവിടെ പോയി കിടക്കുക? എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഭയങ്കര ദാഹം തോന്നുന്നു. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കട്ടെ. എന്റെ പത്ലു, നീ അകത്ത് എന്ത് ചെയ്യുമായിരുന്നു? ആരെങ്കിലും ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുവോ? ഞാൻ ഇപ്പൊ തന്നെ ചുടുവെള്ളം ഒഴിച്ച് തന്നെ ശരിയാക്കി തരാം കേട്ടോ. ഡോക്ടർ ജഡ്ക, അതെ ഡോക്ടർ ജഡ്ക, നിങ്ങളിത് എവിടെയാണ്? പൊളിക്കടുത്തല്ലോ. അത് കണ്ടോ, ഗസീറ്റാറാം നമ്മളെ ഭൂതങ്ങളാന്നാ വിചാരിച്ചിരിക്കുന്നേ. അതെന്തായാലും നന്നായി. ഈ വീട് ഇങ്ങനെ അലങ്കോലമായതിന്റെ പേര് നമ്മുടെ മേലിൽ വരില്ല, ഭൂതത്തിന്റെ മേലിലാ വരിക. വാ, ഇനി നമുക്ക് ബെഡ്റൂം ക്ലീൻ ആക്കാം. ഡോക്ടർ ജഡ്ക, ഹലോ ഹലോ. ഓ എന്റെ പൊന്ന് ഹസീടെ, എന്താന്ന് വെച്ചാ പറയാ. ഭൂതം വന്നിട്ടുണ്ട്. ഭൂതം നിങ്ങളുടെ വീട്ടിനകത്താ വന്നിരിക്കുന്നേ. ഓ ചങ്കേ, നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. അവിടെ എങ്ങനെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല ചങ്കേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഓഹോ, ഡബിൾ ബെഡാണ്. നീ ഒരു സൈഡിൽ നിന്ന് പൊക്ക്, അപ്പോഴത്തേക്ക് ഞാൻ താഴെയൊക്കെ വൃത്തിയാക്കാം. മോട്ടു, വേഗം ക്ലീൻ ആക്ക. ഇതിന് നല്ല ഭാരമുണ്ട്. ഒരുപാട് സമയം എനിക്കിങ്ങനെ പൊക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. നിനക്കത് വിട്ടാലെന്താ? എന്തിനാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ? ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞു. എന്താ പത്ലു, നീ ഒരു ജോലി ശരിക്കും ചെയ്യുന്നില്ല കേട്ടോ. എന്നാ പിന്നെ ഞാൻ ഈ ബെഡിന്റെ മറുവശം പൊക്കിക്കോളാം. നീ വന്ന് ഈ ബെഡിന്റെ താഴെയൊക്കെ ഒന്ന് വൃത്തിയാക്ക്. ഹലോ. അതെ അതെ, സോറി, റോങ് നമ്പർ. ഹേയ്, കുഴപ്പമില്ലെന്നേ. സത്യത്തിൽ എന്റെ പേര് മോട്ടു എന്നാണ്. മോട്ടു ഫ്രം ഫുർഫുറി നഗർ. അതെ അതെ സാറേ, ഞാൻ ഈ ഹൗസ് ക്ലീനിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹൗസ് ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാ മതി. കുഴപ്പമില്ല. എന്നാ ഫോൺ വെക്കട്ടെ. ബൈ ബൈ. പത്ലു, നീ എവിടെയാ? ഒരു അവസരം കിട്ടിയാ മതി, അപ്പം മുങ്ങിക്കോളും. നിനക്ക് പണി ചെയ്യാൻ വയ്യെങ്കിൽ അത് നേരിട്ട് എന്നോട് പറഞ്ഞാ പോരെ. അല്ല, ഈ ബെഡിന് ഇതെന്താ പറ്റിയത്? ഇതാ ഫ്രിഡ്ജിനെ പോലെ തുള്ളി കളിക്കുകയാണല്ലോ. ഓ പത്ലു, നീ ബെഡിനടി കിടന്ന് എന്ത് ചെയ്യുവാ? ഉറങ്ങാനാണെങ്കിൽ ബെഡിന്റെ മേളിൽ കിടന്ന് ഉറങ്ങിയ പോരെ. താഴെ കിടന്ന് ആരെങ്കിലും ഉറങ്ങോ? ഞാൻ ഉറങ്ങൊന്നായിരുന്നില്ല, നീ എന്നെ അതിനടിയിലാക്കിയതാണ്. സോറി. ഈ ചെറിയ കാര്യത്തിനാണോ പത്ലു ഇത്രയും ദേഷ്യപ്പെടുന്നത്? വരൂ, ഞാൻ പോയ ഫാനൊക്കെ എന്നാ ക്ലീൻ ചെയ്യാം. നീ എന്നെ ഒന്ന് സഹായിച്ചാ മതി. ഓക്കെ? നീ ഇപ്പൊ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. കൈ ശരിക്കും എത്തുന്നില്ല. പത്ലു, കുറച്ചുകൂടെ ഒന്ന് പൊക്കി പിടിക്കേ. കുറച്ചുകൂടെ. എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പൊക്കാൻ കഴിയില്ല. സ്വയം പൊങ്ങിപ്പോയിക്കോ.
പത്തലു, ഇന്ന് നിനക്ക് എന്താ സംഭവിച്ചത്? എല്ലാ ജോലിയും തലതിരിഞ്ഞാണല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഫാന് നശിച്ചു പോയെന്നാ. എന്തായാലും സ്വിച്ച് ഇട്ട് നോക്കാം ഇത് വർക്കാവുന്നുണ്ടോ. നിർത്ത്, സ്വിച്ച് ഓൺ ആക്കരുത്. എനിക്ക് തോന്നുന്നു ചിലപ്പോ എല്ലാം ശരിയായിട്ടുണ്ടാവും. പൊളിച്ചെടുത്തല്ലോ, വീണ്ടും ഭൂതം വന്നിരിക്കുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഡോക്ടർ ചട്ക, 2 ഭൂതം വന്നിട്ടുണ്ട്. ഈ 2 ഭൂതം വെളുത്തതാണ്. നിങ്ങളുടെ വീട്ടിൽ 4 ഭൂതങ്ങൾ കറങ്ങി നടക്കാണ്. 2 കറുത്തതും 2 വെളുത്തതുമാണ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ 4 ഭൂതങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ബൈ ബൈ. പൊളിക്കെടുത്തല്ലോ, മമ്മി രക്ഷിക്കണേ. മോട്ടു നമ്മള് കിച്ചണും ബെഡ്റൂമും എല്ലാം കൊളമാക്കി, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. വാ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഹോളെങ്കിലും വൃത്തിയാക്കി ഇടാം. അപ്പൊ ഡോക്ടർ ജഡ്കയ്ക്ക് സന്തോഷാവും. ശരി, വരൂ, നമുക്ക് ആദ്യം ആ ഫയർ പ്ലേസും പിന്നെ ചിമ്മിണിയും വൃത്തിയാക്കാം. മോട്ടു, നീ ഒരു കാര്യം ചെയ്യ്. ഒരു വലിയ വടിയെടുത്ത് അതിന് പുറത്തൊരു തുണി ചുറ്റി അകത്തേക്ക് വെക്ക്. ഞാൻ മുകളിലേക്ക് പോയി ആ വടിയിൽ പിടിച്ച് മുകളിലേക്ക് വലിക്കാം. നീ താഴേക്ക് വലിക്കണം, ഞാൻ മേലേക്ക് വലിക്കാം. ഇങ്ങനെ ചെയ്താൽ മുഴുവൻ ചിമ്മിനിയും ക്ലീൻ ആകും. അങ്ങനെ ഇതും ശരിയായി. ഈ ശബ്ദം ഇത് എവിടുന്നാ കേട്ടത്? അല്ല പത്ലു, നിനക്കിതിന്ന് എന്താ പറ്റിയത്? ഗാർഡനിൽ കിടന്നിങ്ങനെ വിശ്രമിക്കുക. പത്ലു, നമുക്ക് ചിമ്മിനി വൃത്തിയാക്കാനുള്ളതാ. വേഗം ചെല്ലു മുകളിലേക്ക്. ടൈം ഈസ് മണി. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, നീ ആ മുളവടി മുകളിലേക്ക് പുഷ് ചെയ്യ്. എന്നാ പിടിക്കേ. ഇപ്പൊ താഴേക്ക് വലിക്കേ. പത്ലു, ദേഷ്യപ്പെടണ്ട. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്. പത്ലു, ഒന്ന് നിർത്തിക്കൂടെ പ്ലീസ്? ഹൗസ് ക്ലീനിങ്ങിന്റെ കാര്യം മറന്നേക്ക്. ഈ ഹൗസ് മുഴുവനും നമ്മള് കൊളമാക്കി. മിണ്ടാതെ പുറത്തേക്ക് ഓടിക്കോ, അല്ലെങ്കിൽ ഡോക്ടർ ജഡ്ക കണ്ട എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. പത്ലു, ഡോക്ടർ ജഡ്ക എപ്പോഴും പുള്ളിയുടെ ലാബിലല്ലേ ഉണ്ടാവാറ്. എന്തുകൊണ്ട് നമുക്ക് ആ ലാബിലോട്ട് പോയി വൃത്തിയാക്കിക്കൂടാ? അത് അടിപൊളിയാക്കിയ പുള്ളിക്കും സന്തോഷാവൂലേ? ഇനി ഞാൻ ആ വൃത്തിയാക്കുന്ന പണിക്കൊന്നും ഇല്ല. ഞാൻ പോവാ. നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ ചെയ്തോ. എന്റെ പത്ലു, ഒന്ന് അവിടെ നിക്ക് പ്ലീസ്. ഈ കൂട്ടുകാരന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആ ലാബ് വൃത്തിയാക്കി കൊടുക്കാവുന്നേ. എന്നെ വിട്ടേക്ക്. മര്യാദക്ക് പറയാ, എന്നെ വിട്ടേക്ക്. മനസ്സിലാക്ക് പത്ലു. ഡോക്ടർ ചട്ക, നിങ്ങൾ എവിടെയാണ്? ഭൂതം ഇവിടെ വന്നിരിക്കുന്നു. പൊളിച്ചെടുത്തല്ലോ, പല നിറത്തിലുള്ള ഭൂതം. ഡോക്ടർ ചട്ക, ഇപ്പൊ ഇവിടെ 6 ഭൂതങ്ങളുണ്ട്. 2 കറുത്തത്, 2 വെളുത്തത്, 2 പല നിറത്തിലും. ദാ കണ്ടോളൂ, ദാ പിന്നിൽ നിപ്പുണ്ട്. മോട്ടു, അകത്തേക്ക് ഓടിക്കോ. ഡോക്ടർ ജഡ്ക നമ്മളെ ഇവിടെ വെച്ചെങ്ങാനും പിടിച്ചാലുണ്ടല്ലോ, അത് നമ്മുടെ ആരോഗ്യത്തിന് അത്രയ്ക്ക് നന്നായിരിക്കില്ല. ഇവിടെ ഭൂതവും ഇല്ല, പ്രേതവും ഇല്ല. വരൂ, എന്റെ കൂടെ വരൂ, ഞാൻ നോക്കട്ടെ എവിടെയാ ഭൂതം ഉള്ളതെന്ന്. ഇനി എന്താ ചെയ്യാ? വാ, അവിടെ ഒളിച്ചിരിക്കാം. എവിടെയാണ് ഭൂതം? ഓ, എന്റെ കിച്ചൺ ആരാ ഇതുപോലെ നശിപ്പിച്ചിട്ടത് എന്റെ ചങ്കേ? ഓ, എന്റെ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെ കാണിച്ചത് ആരാണ്? ചങ്കേ, എന്റെ രോഗികളാണ് സത്യം. എന്റെ വീടിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും ഇവിടെ മോട്ടുപ്പത്തിന് വന്നിരിക്കണം. ഇങ്ങനത്തെ പണിയെല്ലാം അവരല്ലാതെ വേറെ ആരും ചെയ്യില്ല. പത്ലു, നിങ്ങൾ രണ്ടുപേരും എവിടെയാണുള്ളത് ചങ്കുകള്? ഞങ്ങള് ഹൗസ് ക്ലീനിങ്ങിന്റെ ജോലി തുടങ്ങിയിരിക്കുക. ഒരാളുടെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എന്താ?
എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറയാനായിരുന്നു ചങ്കുകളെ. ഇപ്പൊ തന്നെ എന്റെ വീട് നല്ല വൃത്തിയായി തന്നെ കിടക്കുന്നത്. എന്നാലും ഒന്നുകൂടി വൃത്തിയാക്കണം ചങ്കുകളെ. ശരി ഡോക്ടർ ജഡ്ക, ഞങ്ങള് സമയം കിട്ടുമ്പോ വരാം. ബൈ ബൈ. ബൈ ബൈ, ടാറ്റാ. ഡോക്ടർ ചർക്ക, പോകല്ലേ? എന്നെ വിട്ടേക്ക്. വളരെ നിശബ്ദമായിട്ടുണ്ടല്ലോ പത്ലു. എനിക്ക് തോന്നുന്നത് അവര് പോയെന്നാ. വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഡോക്ടർ ജഡ്ക, സോറി, സോറി. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ രക്ഷിക്കേ. എന്റെ ചായക്കട ചേട്ടാ, ഒരു പ്ലേറ്റ് സമൂസ കൂടി തരൂ. മോട്ടു വല്ലപ്പോഴും വേറെ വല്ലതൊന്ന് കഴിച്ചു നോക്ക്. എപ്പ നോക്കിയാലും ഈ സമോസ തന്നെ. ഒരു കാലി പ്ലേറ്റ് തരുവോ? എന്താ പച്ചമുട്ട കഴിക്കോ? തരൂ, ഞാനത് വേവിച്ചു തരാം. ഇത് മുട്ടയല്ല, ഇത് സമോസയാണ്. ഞങ്ങൾ ചായയുടെ കൂടെ സമോസ കഴിക്കുന്നതാണ് പതിവ്. അതേയ്, നിങ്ങളെന്താ ഞാൻ കണ്ണുപൊട്ടനാന്ന് കരുതിയോ? മോട്ടു, നീ തന്നെ പറ, ഇത് മുട്ടയാണോ അതോ സമോസ? ഇത് പിന്നെ മുട്ട തന്നെയല്ലേ? ഇത് സമോസയാണ്. ഞങ്ങൾ എപ്പോഴും ഈ സമോസയാണ് കഴിക്കാറുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങളും കഴിച്ചു നോക്ക്. പക്ഷേ മുട്ടയ്ക്കുള്ളിൽ സമൂസ എങ്ങനെ? എന്റെ മോട്ടു, ഇവര് നിന്നെ വിഡ്ഢിയാക്കുകയാണ്. എന്നിട്ട് ബാക്കി പറ. അതെ, ഈ മുട്ട ഞങ്ങളുടെ കോഴി ഇട്ടതാണ്. എന്നിട്ട് എന്നും കാലത്തും വൈകിട്ടും ഒക്കെ ഒത്തിരി മുട്ടകൾ ഇടാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ മുട്ടയെന്ന് സമോസ എടുത്തെടുത്ത് കഴിക്കും. അല്ല, ഇങ്ങനത്തെ കോഴി എവിടെയാ കിട്ടുക? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. വേഗം സ്ഥലം കാര്യമൊക്കെ നോക്ക്. എന്താ എന്റെ കട പൂട്ടിക്കാൻ വന്നതാണോ? വേഗം ഓട്. മോട്ടു, അവിടെ നിക്ക്. അവര് നിന്നെ വെറുതെ പൊട്ടനാക്കുന്നതാണ്. ബോസ് ബോസ്, മോട്ടു ഞങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടാ. സ്വാമിജി, താങ്കള് ഞങ്ങൾക്ക് സമോസയുള്ള മുട്ടയിടുന്ന കോഴിയെ തന്നില്ലേ? അത് രാത്രിയും പകലും സമോസയുള്ള മുട്ട ഇടാറുണ്ടെന്ന്. നിങ്ങളൊരു വലിയ സംഭവം തന്നെയാണ് സ്വാമിജി. ഇന്ന ഞങ്ങളുടെ ദക്ഷിണ സ്വാമിജി, ഇന്ന വെച്ചോ. സ്വാമിജി, സ്വാമിജി, നിങ്ങൾ ദയവ് ചെയ്ത് അതുപോലെ മുട്ടയിടുന്ന കോഴിയെ ഒരെണ്ണത്തിന് എനിക്കും തരുവോ? കാരണം എനിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാ. പ്ലീസ് സ്വാമിജി. കുഞ്ഞുമോനെ, ഇതാ പിടിച്ചോളൂ. ഇതാണ് സമോസ മുട്ടയിടുന്ന കോഴി. ഇതിന് 1000 രൂപ മാത്രമേ ഉള്ളൂ. ഇനി ഒരേ ഒരു കോഴിയും കൂടിയേ ഉള്ളൂ. 1000 രൂപയോ? കുഴപ്പമില്ല സ്വാമിജി, തന്നോളൂ. എനിക്ക് ഈ കോഴിയെ തന്നോളൂ. സമൂസേ, സമൂസേ, സമൂസേ. ഞാൻ 2000 രൂപ തരാം. എനിക്ക് തരൂ പ്ലീസ്. ശരിയോ? 4000. എടോ, കോഴിയുടെ കച്ചവടമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞാൻ കോഴിയെ മേടിച്ചു കഴിഞ്ഞടോ. ഇവിടുന്ന് കടന്നു പോകാനാ പറഞ്ഞത്. കുഞ്ഞുമോനെ, നീ വിജയിച്ചിരിക്കും. ഇതാ, ഇനി ഇത് നിനക്കുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കുഞ്ഞുമോനെ, ഈ കോഴി സമോസയുള്ള മുട്ടയിടണമെങ്കിൽ ഇതിന് സ്പെഷ്യൽ സമോസയുണ്ടാക്കി സമോസയിടുന്ന പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം. സമോസ ഉണ്ടാക്കുന്ന ബൗളിലായിരിക്കണം വെള്ളം കൊടുക്കേണ്ടത്. പിന്നെ സമോസ നാപ്കിനും വാങ്ങിച്ചു കൊടുക്കണം. എന്നാലേ മുട്ടയിടത്തുള്ളൂ. കുഞ്ഞുമോനെ, അതുകൊണ്ട് നീ ഇതിന്റെ മൊത്തം കിറ്റും വാങ്ങിച്ചിരിക്കണം. ഇതിന്റെ യഥാർത്ഥ വില 10000 രൂപയാ. പക്ഷെ നീ ആയതുകൊണ്ട് വെറും 5000 രൂപയ്ക്ക് തന്നേക്കാം ഞാൻ. എന്ന് വെച്ചാ 5000 രൂപ എനിക്ക് ലാഭോ? ഒളിച്ചേ, ഇന്ന് പിടിച്ചോളൂ സ്വാമിജി. തന്നോളൂ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. തന്നോളൂ സ്വാമിജി. ഇതാ, ഈ ജോഡായിരിക്കും, 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 ജോഡായിരിക്കും. പത്തലു, ഇത് കണ്ടോ? സമൂസ മുട്ടയിടുന്ന കോഴിയാണിത്.
സ്വാമിജിയുടെ അടുത്തുനിന്ന് 1000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പിന്നെ ഈ 10,000 രൂപയുടെ കിറ്റ് വെറും 5000-ന് തരികയും ചെയ്തു. അദ്ദേഹം എന്റെ കുട്ടിത്തം കണ്ട് എന്തുമാത്രം ആസ്വദിച്ചെന്ന് അറിയോ പത്തലോ നിനക്ക്? ഒരുപാട് തവണയാ അദ്ദേഹം എന്നെ കുട്ടി കുട്ടീന്ന് വിളിച്ചത്. എന്റെ മോട്ടു, നീ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാ. ആ ഉടായിപ്പ് സ്വാമി നിന്നെ വെറുതെ മണ്ടനാക്കിയതാ. 6000 രൂപ വെറുതെ കളഞ്ഞിട്ട് വന്നിരിക്കുന്നു കഴുതേ. പത്തലു, ഞാൻ കഴുതയല്ല, വീട്ടിലിരുന്ന് സമൂസ കഴിക്കാൻ പോവാ. ഇനി ചായക്കട ചേട്ടന്റെ അടുത്ത് പോകേണ്ട ഒരാവശ്യവും ഇല്ല. കാലത്ത് എഴുന്നേക്ക് സമൂസ കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക. ഉച്ചയ്ക്ക് എഴുന്നേക്ക് സമൂസ കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക. വൈകിട്ട് എഴുന്നേക്ക് സമൂസ കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക. ഹൈ ഹൈ ഹൈ, എന്ത് രസമായിരിക്കും ജീവിതം. കൊള്ളാം. ഇങ്ങനെ തിന്ന് തിന്ന് ഉറങ്ങാനാണെങ്കിൽ ജോലിയൊക്കെ പിന്നെ ആര് ചെയ്യും? ഇവന്മാർ എനിക്ക് സ്വൈര്യം തരില്ല. എന്റെ കൊത്തു മേടിച്ചോ. കോഴി മുട്ടയിട്, മുട്ടയിടാൻ. മോട്ടു, ഞാനിനി മുട്ട ഇടുന്നത് വരെ ഇവന്മാർ എനിക്ക് സ്വൈര്യം തരില്ല. സമൂസയുള്ള മുട്ട, സമൂസയുള്ള മുട്ട, സമൂസയുള്ള മുട്ട. ഓ, എന്റെ ആദ്യത്തെ സമൂസ. അല്ല പത്തലോ, ഇത് സാധാരണ മുട്ടയാണല്ലോ. ഇതിന് സമൂസ എവിടെ? എനിക്ക് തോന്നുന്നത് ആ കിറ്റിൽ എന്തേലും സാധനം വിട്ടുപോയിട്ടുണ്ടാവുന്ന. ഞാനത് ഇപ്പൊ എടുത്തോണ്ട് വന്നേക്കാം. ഒന്ന് മതിയാക്ക് നിന്റെ സ്വാമിജിയുടെ നാടകം. ഞാനിപ്പോ നിനക്ക് അവന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരാം. നീ ഇവിടെ ഇരിക്കേ. കണ്ടില്ലേ എന്റെ പൈശാചിക ബുദ്ധിയിലെ തീവ്രമായ ഐഡിയ? മോട്ടൂര് എങ്ങനെയാണ് മണ്ടനാക്കിയത് കണ്ടില്ലേ? ഇനി അവൻ ആ കോഴിമുട്ടക്കകത്ത് കിടന്ന സമോസ തപ്പിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് സ്വാമിയെ തപ്പി നടക്കുകയും ചെയ്യാം. അവൻ ഒരിക്കലും മനസ്സിലാവില്ല ജോൺ ദി ഡോൺ ആണ് സ്വാമിയുടെ വേഷം കെട്ടി അവനെ കൊള്ളയടിച്ച് സ്ഥലം വിട്ടതെന്ന്. ഞാനിവനെ വെറുതെ വിടില്ല, വെറുതെ വിടില്ല. ഇന്ന് 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 പിടിച്ചോ, ഇന്ന് പിടിച്ചോ. പിടിക്ക്, ഈ കള്ളന് ഞാൻ വെറുതെ വിടില്ല. പിടിക്ക്. എന്റെ മോട്ടു, നീ ജോണിനെ അല്ല എന്റെ ഫോണിനെയാ എടുത്തിട്ടിടിക്കുന്നേ. നിർത്താനാ പറഞ്ഞ്. ജോൺ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് നിന്നെ വെറുതെ മണ്ടനാക്കിയതാണ്. ഇപ്പൊ നമ്മളും അതുപോലെ ഒരു ബുദ്ധി ഉപയോഗിച്ച് അവനെ നല്ലൊരു പാഠം പഠിപ്പിക്കണം. സോറി സോറി, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തലു, നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ, ഒരു നല്ല ഐഡിയ ഉണ്ട്. പക്ഷെ ഗസീറ്റാറാം വിചാരിച്ചാലേ നടക്കുള്ളൂ. ഒളിച്ചോടാ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു, നീ എന്തിനാ കിടന്ന് ഇങ്ങനെ ഓടുന്നത്? ആരെങ്കിലും നിന്റെ പുറകെ വരുന്നുണ്ടോ? ഓ, അതൊന്നും ചോദിക്കണ്ട ഗസീട്ടാറാമേ. എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു രത്ന വ്യാപാരി വീണപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന രത്നങ്ങളും താഴെ വീണു. അപ്പൊ ഈ കോഴി അവിടെ തിന്നോണ്ടിരിക്കുമ്പോഴേ അറിയാതെ ആ രത്നങ്ങളും ഇത് കൊത്തി തിന്നേ. പൊളിച്ചെടുത്തല്ലോ മോട്ടു. എന്റെ 20 കൊല്ലത്തെ അനുഭവം പറയുന്നു, ഈ കോഴിയുടെ മുട്ടയിൽ ആ രത്നങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പാ. അതെ, ഇത് തന്നെയാണ് ആ രത്ന വ്യാപാരിയും പറഞ്ഞത്. ഈ കോഴി അദ്ദേഹത്തിന് വേണമെന്ന്. കാരണം മുട്ടയിൽ മുഴുവൻ രത്നം ഉണ്ടാവും അത്രേ. അയാള് കോഴിയുടെ പുറകിൽ നടക്കാൻ തുടങ്ങി. അപ്പത്തൊട്ട് തുടങ്ങിയതാ ഈ കോഴിനെയും കൊണ്ട് ഞാൻ ഓടാൻ. വല്ല ഈ കോഴി എനിക്ക് തരൂന്നേ. ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരാം. പ്ലീസ്. ഈ കോഴി എന്റെ 10 വൈരങ്ങളാണ് വിഴുങ്ങിയത്. വല്ല മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഞാൻ നിന്നോട് ഒരുപാട് ചതി ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം. ഞാനാണ് ആ സന്യാസിയുടെ വേഷം കെട്ടി നിനക്ക് ഈ കോഴിയെ തന്നത്. ഇതാ നിന്റെ 6000 രൂപ തിരിച്ചു തന്നേക്കാം. എന്നിട്ട് ആ കോഴിയെ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. വല്ല ഇല്ല, കോഴി എന്റേതാണ്. ഇല്ല, കോഴി എന്റേതാണ്. കോഴി എനിക്ക് കോഴി വേണം. എന്റേതാ. ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതാ കോഴി നല്ലത്. എന്റേതാ. അതിനെ പിടിക്കേ. വേഗം പിടിക്കേ. വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യരുത് പ്ലീസ്. എന്റെ 6000 ഞാൻ മേടിച്ചോട്ടെ, എന്നിട്ട് എന്ത് വേണം
എന്റെ അമ്മോ, ഈ കോഴി എന്റെ തലയിൽ എങ്ങനെ വന്ന് ലാൻഡായി? എനിക്ക് തോന്നുന്നു എന്റെ സമയം തെളിഞ്ഞിരിക്കുന്നു. സ്പീഡിൽ പോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. Stop in the name of law. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Impossible. ഇപ്പൊ ഇത് കാരണം ഇവറ്റുകളുടെ കയ്യിൽ ഞാൻ പെട്ടുപോയല്ലോ. വേണ്ട വേണ്ട, പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്, പ്ലീസ്. എന്നെ പറ്റി അപവാദം പറയുന്നോ? ഞാൻ ഡയമണ്ട് തിന്നോ? ഞാൻ എപ്പോഴാ തിന്നത്? ഇന്നാ എന്റെ കൊത്തു മേടിച്ചോ. എന്റെ അമ്മോ. ഇങ്ങോട്ട് വാ. വല്ല മോട്ടു ഇതാ നീ തന്ന 6000 രൂപ എനിക്ക് എന്റെ കോഴിയെ തിരിച്ചു തന്നേക്ക്. എന്റെ അമ്മോ, എന്താ നടക്കുന്നത്? ജോൺ എന്തിനപ്പൊ കോഴിയെ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നത്? എന്റെ കൂടെ വാ, ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഞാൻ ഈ മുട്ട പൊട്ടിച്ച് കോടീശ്വരനാകാൻ പോവുകയാണ്. ഇതിനകത്തില്ല, ഇതിലുമില്ല, ഇതിലുമില്ലല്ലോ, ഇതിലുമില്ല, ഇതിലുമില്ല, ഇതിലുമില്ല. പിന്നെ രത്നങ്ങൾ എവിടെ പോയി? ബോസ് എനിക്ക് തോന്നുന്നതേ മോട്ടു പത്ലു നിങ്ങളെ വിഡ്ഢിയാക്കി അവരുടെ പൈസ തിരിച്ചു വാങ്ങിയെന്നാ. നിന്റെ നമ്പർ 1 പറയുന്നത് ശരിയാണ്. ഞാനിപ്പോ നിന്നെ മോട്ടുവിനെ മണ്ടനാക്കി കോഴിയെ വിറ്റ കുറ്റത്തിന് ഞാനിപ്പോ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇല്ല.